നിങ്ങൾ കരുതുന്നത് ഇത് വെറും ഒരു യുവജന സംഘടനയുടെ പ്രഖ്യാപനം മാത്രമാണ് എന്നാണോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിശബ്ദമായിരുന്ന ഒരു അഗ്നിപർവ്വതം വീണ്ടും പുകയാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യ ഭയന്ന് നിരോധിച്ച, ലോകം ഉറ്റുനോക്കിയ ആ കരുത്തുറ്റ ശക്തി മറ്റൊരു പേരിൽ, മറ്റൊരു വേഷത്തിൽ കേരളത്തിന്റെ മണ്ണിൽ, അതെ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ തന്നെ വീണ്ടും വേരുറപ്പിക്കുന്നു. SDPI തങ്ങളുടെ യുവജന സംഘടനയായി യങ് ഡെമോക്രാറ്റ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UDF അധികാരത്തിലേക്ക് വരുമെന്ന സൂചനകൾ ശക്തമാകുമ്പോൾ തന്നെ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് അന്നവർ നടത്തിയ പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് UDF വന്നപ്പോൾ യങ് ഇന്ത്യയുടെ തിരിച്ചുവരവ് സൂചിപ്പിക്കുന്നത് UDF ഭരണം പിടിച്ചയുടനെ നമ്മൾ ചിരിച്ചു തള്ളിയ ലീഗ് ഭരിക്കും കേരളം എന്ന മുദ്രാവാക്യത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങളെല്ലാം പുറത്തു വരികയാണ്. മിനി പാകിസ്ഥാൻ എന്ന പരിഹാസം അന്വർത്ഥമാക്കുന്ന രീതിയിൽ കേരളം പച്ച പുതയ്ക്കാൻ പോകുന്നു. ഇതിന്റെ പിന്നിലെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളും പോപ്പുലർ ഫ്രണ്ടിന്റെ നിഴൽ സാന്നിധ്യവും തേടിയുള്ള യാത്രയാണിത്. വീഡിയോ പൂർണ്ണമായും കാണുക. 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ PFI നിരോധിക്കുമ്പോൾ കേരളം കരുതിയിരുന്നത് എല്ലാം അവസാനിച്ചു എന്നാണ്. എന്നാൽ ഒരു പ്രസ്ഥാനം ആശയമായി മാറുമ്പോൾ അതിനെ നിരോധനം കൊണ്ട് മാത്രം തകർക്കാനാകില്ല. ആ സത്യം നമ്മൾ വിസ്മരിച്ചു. അന്ന് സംഭവിച്ചത് റെയ്ഡുകൾ, അറസ്റ്റുകൾ, കണ്ടുകെട്ടലുകൾ. PFI എന്ന പേര് മാഞ്ഞുപോയി. ആ കേഡറുകൾ എവിടെ പോയി? അവരൊന്നും അപ്രത്യക്ഷമായിട്ടില്ല. SDPI എന്ന രാഷ്ട്രീയ പാർട്ടി നിരോധിക്കപ്പെട്ടില്ല. അത് അവർക്കൊരു സുരക്ഷിത താവളമായി മാറി, അഥവാ PFIയുടെ രാഷ്ട്രീയ പതിപ്പ്. ഇപ്പോ ആ രാഷ്ട്രീയ കരുത്ത് വർദ്ധിപ്പിക്കാൻ അവർക്കൊരു യുവജന നിര ആവശ്യമായി വന്നിരിക്കുന്നു. അവിടെയാണ് യങ് ഡെമോക്രാറ്റ്സ് പിറവിയെടുക്കുന്നത്. അല്ല, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ സംഘടനയുടെ പേര്? എന്തുകൊണ്ട് യങ് മുസ്ലിംസ് എന്നോ മറ്റോ വിളിച്ചില്ല? പകരം യങ് ഡെമോക്രാറ്റ്സ് എന്നാണ് അവർ പേരിട്ടത്. ഒരു മതേതര മൂടുപടം അണിയുന്നതിലൂടെ കൂടുതൽ യുവാക്കളെ ആകർഷിക്കാനും നിയമപരമായ കുരുക്കുകളിൽ നിന്നും രക്ഷപ്പെടാനുമുള്ള തന്ത്രമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ചു പറയുന്നു. നമുക്ക് ചില കണക്കുകൾ കൂടി പരിശോധിക്കാം. ഇത് ഏതെങ്കിലും ഒരു മതത്തിനെതിരെയുള്ള ആരോപണമല്ല, മറിച്ച് വസ്തുതകളുടെ വിശകലനമാണിത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ കേരളത്തിലെ ജനസംഖ്യ അനുപാതത്തിൽ ഉണ്ടായ മാറ്റം ശ്രദ്ധേയമാണ്. പല ജില്ലകളിലും ഭൂരിപക്ഷ ന്യൂനപക്ഷ അനുപാതമൊക്കെ വലിയ തോതിൽ മാറി മറഞ്ഞു. ഇത് സ്വാഭാവികമായിട്ടും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നതാണ്. ലീഗിന്റെ വോട്ട് ശതമാനം തന്നെ 58% ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ മാത്രം വർദ്ധിച്ചത്. ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കടന്നുകയറ്റം നോക്കാം. ക്യാമ്പസുകളിൽ പണ്ട് SFIയും KCUവും മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് തീവ്ര സ്വഭാവമുള്ള സംഘടനകളൊക്കെ പിടിമുറുക്കുന്നുണ്ട്. യങ് ഡെമോക്രാറ്റ്സ് ലക്ഷ്യം വെക്കുന്നത് ഈ വിദ്യാസമ്പന്നരായ യുവത്വത്തെയുമാണ്. നമ്മൾ ചിരിച്ചു തള്ളണ്ട, നമ്മൾ നിസ്സാരമാണെന്ന് തോന്നുന്ന പലതും ഇനി വളരെയേറെ അതിന്റെ ആ യഥാർത്ഥ മുഖം കാണിച്ചു തുടങ്ങും. ഗൾഫ് നാടുകളിൽ നിന്നും വിദേശത്തു നിന്നും ഒഴുകുന്ന കോടികൾ ഇത്തരം സംഘടനകളുടെ വളർച്ചയ്ക്ക് പിന്നിലുണ്ടെന്ന ആരോപണം NIA പലവട്ടം ശരിവെച്ചിട്ടുള്ളതുമാണ്. പണ്ട് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ മുതൽ ഉയർന്നു വന്ന മിനി പാകിസ്ഥാൻ ആരോപണം ഇന്ന് കേരളത്തിലെ പല മുക്കിലും മൂലയിലും മുഴങ്ങുന്നത് വെറുതെയല്ല. അധികം വൈകാതെ മലപ്പുറം വിഭജനവും സാധ്യമാകും. ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രം മാത്രം വളരുകയും മറ്റു വിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ നാടിന്റെ സന്തുലിതാവസ്ഥ തകരുകയാണ്. ഇപ്പോ ഈ സംഘടനയുടെ പ്രഖ്യാപനത്തിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ടൈമിങ്ങും ഉണ്ട്. UDFന്റെ തിരിച്ചുവരവ്. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുമ്പോൾ അടുത്ത തവണ UDF വരുമെന്ന് എല്ലാവരും ഉറപ്പിച്ചതായിരുന്നു. അങ്ങനെ UDF വന്നു. അപ്പോൾ ഈ UDFിൽ ഏറ്റവും ശക്തമായ ഘടകം മുസ്ലിം ലീഗാണ്. ലീഗ് ഭരിക്കും കേരളം എന്ന അവരുടെ മുദ്രാവാക്യം ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിന്നാലെ ലീഗ് അണികൾ വിളിച്ച ഈ മുദ്രാവാക്യം കേരളത്തെ ഞെട്ടിച്ചതാണ്. ലീഗ് ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി മാറാനാണ് SDPIയും അവരുടെ പുതിയ യുവജന സംഘടനയൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയില്ലേ? എന്തായാലും ലീഗിനേക്കാൾ തീവ്രമായ നിലപാട് സ്വീകരിക്കുന്നതിലും മുസ്ലിം യുവാക്കളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്ന് ഇവർ കരുതുന്നുണ്ട്. മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ചെയ്തതും ഇത് തന്നെയായിരുന്നു. അവർ സമാന്തരമായിട്ടുള്ള ഒരു ഭരണകൂടം തന്നെയാണ് സൃഷ്ടിച്ചെടുത്തത്. മഞ്ചേരിയിലെ ആ ഒരു കെട്ടിടമൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഗ്രീൻ വാലി പോലെയുള്ള കേന്ദ്രങ്ങൾ ഇന്നും കേരളത്തിന്റെ ചർച്ചാ വിഷയമാണ്. ആ കേന്ദ്രങ്ങളിൽ പരിശീലനം നേടിയ അതേ കൈകൾ തന്നെയാണോ ഇന്ന് യങ് ഡെമോക്രാറ്റ്സ് എന്ന ലേബലിൽ വീണ്ടും മൈതാനത്തിറങ്ങുന്നത്? ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. യങ് ഡെമോക്രാറ്റ്സ് വെറും ഒരു യുവജന സംഘടന മാത്രമല്ല, ഇതിന് പിന്നിൽ അതീവ രഹസ്യമായ ചില ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് ഇന്റലിജൻസ് ഏജൻസികളൊക്കെ സംശയിക്കുന്നുണ്ട്. ഒന്നാമത്, സോഷ്യൽ മീഡിയയിലൊക്കെ സർക്കാരിനും മറുപക്ഷത്തിനുമെതിരെ ഒരു ആസൂത്രിതമായ പ്രചാരണം നടത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു IT സെല്ലുകളൊക്കെ ഇവർക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു എന്നൊരു കിംവദന്തി ഉണ്ട്. പിന്നെ സാമൂഹികമായ ഇടപെടലാണ് അടുത്തത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൂടെയും പാലിയേറ്റീവ് കെയറുകളിലൂടെയും സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മസ്തിഷ്ക പ്രക്ഷാളനം അഥവാ ബ്രെയിൻ വാഷിംഗ് എന്ന് പറയും. ബ്രെയിൻ വാഷിംഗ് ഒക്കെ ചെയ്ത്
അതാണ് അവരുടെ ശൈലി. പോപ്പുലർ ഫ്രണ്ട് ഇതിൽ വിജയിച്ചവരാണ്. ഇനി സ്വയം പ്രതിരോധം എന്ന പേരിലുള്ള ആയുധ പരിശീലനം. പണ്ട് പോപ്പുലർ ഫ്രണ്ട് ഫിസിക്കൽ ട്രെയിനിങ് എന്ന് വിളിച്ചിരുന്നത് ആയുധ പരിശീലനത്തെയായിരുന്നു. തോക്കടക്കമുണ്ട് ഈ ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്. പുതിയ സംഘടനയുടെ മറവിൽ ഇത്തരത്തിലുള്ള രഹസ്യ കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാകുമോ എന്ന് സംശയിച്ചാൽ തെറ്റില്ലല്ലോ. കേരളത്തിലെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റം രാഷ്ട്രീയ പ്രക്രിയയെ ഇനി എങ്ങനെ മാറ്റും? പച്ചപ്പട്ടണിഞ്ഞ വലിയൊരു വിഭാഗം ഭരണസിരാ കേന്ദ്രങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അത് മതേതര കേരളത്തിന്റെ അന്ത്യമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനി എന്നാണാവോ കേരളം മുഴുവനായും പച്ച പുതയ്ക്കുന്നത് എന്ന ചോദ്യം ഇന്ന് വെറും ഒരു ട്രോളും അല്ല, അതൊരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് അധികം വൈകാതെ കിട്ടും. ഏകദേശം 2031 ആകുമ്പോഴേക്കും ന്യൂനപക്ഷം ഭൂരിപക്ഷമാവും. രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്കിനായി ഇത്തരം വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ബലിയാടാകുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. യങ് ഡെമോക്രാറ്റ്സിന്റെ വരവോടെ കേരളത്തിലെ യുവത്വം രണ്ട് തട്ടിലാകാൻ സാധ്യതയുണ്ട്. ഒരു വശത്ത് ജനാധിപത്യം പറയുന്നവരും മറുവശത്ത് ജനാധിപത്യത്തിന്റെ പേരിൽ തീവ്രവാദം വളർത്തുന്നവരും. ഈ മറുവശത്തുള്ള ജനാധിപത്യം പറയുന്നവരുടെ കൂട്ടത്തിൽ തന്നെ പല ഗ്രൂപ്പുകൾ ഉണ്ടാവും, അത് വേറെ കാര്യം. എന്നാലും പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ വീര്യവും അതേ തന്ത്രങ്ങളും ഇന്ന് പുതിയ രൂപത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. ഈ മാറ്റം നിങ്ങൾ കാണുന്നുണ്ടോ, അതോ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണോ? യങ് ഡെമോക്രാറ്റ്സ് എന്ന പേരിൽ കേരളത്തിന്റെ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ ശക്തി നമ്മുടെ നാടിനെ എവിടേക്കാണ് നയിക്കുന്നത്? ഭരണമാറ്റത്തിന്റെ മറവിൽ അവർ ഒരുക്കുന്ന കെണികൾ എന്തൊക്കെയായിരിക്കും? ഇത് വെറും ഒരു രാഷ്ട്രീയ വാർത്തയല്ല, മറിച്ച് നമ്മുടെ വരും തലമുറയുടെ ഭാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. പച്ച പുതയ്ക്കുന്ന കേരളം ഒരു സ്വപ്നമല്ല, ചിലരുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നടപ്പാക്കുമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളും ഞാനും ഒക്കെയാണ്. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് വെറും ഒരു പുതിയ സംഘടനയുടെ ഉദയത്തെക്കുറിച്ചല്ല, മറിച്ച് അതിന് പിന്നിലെ ആ ഭീകരതയെക്കുറിച്ചും കേരളം എന്ന മതേതര ഭൂമിയിൽ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പരിവർത്തനത്തെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ യങ് ഡെമോക്രാറ്റ്സ് എന്ന പേരിൽ നടക്കുന്ന യുവജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഈ പുതിയ തീവ്രവാദമാണോ എന്ന് സംശയിക്കേണ്ട ഈ ശക്തിക്ക് പിന്നിൽ പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ മസ്തിഷ്കങ്ങൾ തന്നെ ഉണ്ടെന്ന് പകൽ പോലെ വ്യക്തമാണ്. എന്തായാലും സിമി നിരോധിക്കപ്പെട്ടപ്പോൾ NDF വന്നതും അതിന് പിന്നാലെ NDF രൂപം മാറി പോപ്പുലർ ഫ്രണ്ട് ആയതും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന്റെ പിന്നാലെ ഈ പുതിയ പേര് ഉയർന്നു വന്നതുമൊക്കെ ഒരു യാദൃച്ഛികതയല്ല, ഇതൊരു ആസൂത്രിതമായ അതിജീവന തന്ത്രമാണ്. നിയമത്തിന്റെ കണ്ണ് വെട്ടിക്കാൻ പേര് മാറ്റാമെങ്കിലും മാറ്റമില്ലാതെ തുടരുന്നത് ഇവരുടെ തീവ്രമായ പ്രത്യാശാസ്ത്രമാണ്, സ്വഭാവങ്ങളാണ്. ഭരണമാറ്റങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആ ഭരണമാറ്റത്തിന്റെ മറവിൽ നടക്കുന്ന വർഗീയതയ്ക്കും തീവ്രവാദത്തിനും വളം വെച്ചു കൊടുക്കുന്നവർ, ആ സാഹചര്യം ഉണ്ടായാൽ അത് കേരളത്തിന്റെ സർവനാശത്തിന് തുടക്കമിടും. ഇപ്പൊ തന്നെ ഏകദേശം ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. ജനസംഖ്യാനുപാതത്തിൽ ഉണ്ടായ അസാധാരണമായ മാറ്റങ്ങളൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മുഖ്യധാരാ പാർട്ടികൾ അധികാരം നിലനിർത്താൻ ഇത്തരം തീവ്ര ഗ്രൂപ്പുകൾക്ക് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇനി എന്തും സംഭവിക്കാം. ഈ വിട്ടുവീഴ്ചയാണ് കേരളത്തെ പതുക്കെ പച്ചപ്പുതപ്പിക്കാനായി കരുത്ത് നൽകുന്നത്. എന്തായാലും ഇനി നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇത്രയേ ഉള്ളൂ: നമ്മുടെ വരും തലമുറ വളരേണ്ടത് വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും ഭൂമിയിലാണോ എന്ന്. ആ ചോദ്യം സ്വയം ചോദിക്കുക, എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.